അടുത്തിടെ റഷ്യൻ വ്യോമതാവളങ്ങളെ നശിപ്പിക്കാൻ ഉക്രൈൻ അവരുടെ FPV ഡ്രോൺസ് ഉപയോഗിച്ച് എങ്ങനെയെല്ലാമാണ് ആക്രമണം നടത്തിയത് എന്നത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അറിഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ സംസാരിച്ചിരുന്നു. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി. ഈ ഉടമ്പടി പ്രകാരം ബോംബർ ഫ്ലീറ്റിലെ 30% വരെയും വിമാനങ്ങളെ ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ കാണിക്കണം. അതിപ്പോൾ റഷ്യയുടെ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബോംബേഴ്സ് അല്ലെങ്കിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബോംബേഴ്സ്, ഇതിൽ ഒരു 30% ഇൻസ്പെക്ഷന് വേണ്ടി കാണിക്കണം. അതായത് അവർ ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ കാണിക്കണം. അതുമാത്രമല്ല, ഉപഗ്രഹങ്ങൾക്ക് അതിന്റെ ഡാറ്റ വേഗത്തിൽ കാണാൻ കഴിയുന്ന തരത്തിൽ തുറന്ന പാർക്കിംഗ് സ്ഥലങ്ങളിൽ സൂക്ഷിക്കണം. സത്യം പറഞ്ഞാൽ ഈ ഒരു അഭിപ്രായത്തോട് പലർക്കും വിയോജിപ്പുണ്ട്. റഷ്യയുടെ ഒരു വീക്ക്നെസ് ആണിത്, അല്ലാതെ ഇങ്ങനെയുള്ള ട്രീറ്റ് കാരണമല്ല അവരങ്ങനെ തുറന്ന രീതിയിൽ പാർക്ക് ചെയ്തത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇത് കൂടാതെ ഈ ഒരു സ്ട്രൈക്കിൽ റഷ്യയുടെ Tu-160 ബോംബർ, വൈറ്റ് സ്വാൻ എന്ന ഒരു ബോംബറെ ഉക്രൈൻ ലക്ഷ്യം വച്ചിട്ടില്ല. ഉക്രൈൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. അതിനെ ആക്രമിക്കണം എന്നുള്ളത് ഉക്രൈന്റെ ഒരു ആഗ്രഹമേ അല്ല. ഉക്രൈൻ അത് നശിപ്പിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്ന രീതിയിലും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും സത്യമല്ല. ഉക്രൈൻ ആ ബോംബറിനെ ആക്രമിക്കാത്തതിന് പിന്നിൽ ഒരു വലിയ തന്ത്രപരമായ കാരണം തന്നെയുണ്ട്. റഷ്യയ്ക്കും ഈ Tu-160 ബോംബറിനും തമ്മിലുള്ള ബന്ധം അത്രത്തോളമാണ്. അതിനെ നശിപ്പിക്കുകയാണെങ്കിൽ പകരം റഷ്യ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും എന്ന രീതിയിലാണ് അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനിൽ ചില കാര്യങ്ങളുള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് മുൻപ്, അതിൽ എത്ര ബോംബേഴ്സ് നശിപ്പിച്ചു എന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് മുൻപ് ഈ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്താണ്, ഇതിൽ ഏതൊക്കെ നിയമങ്ങളാണ് ഉള്ളത്, ഇവയെല്ലാം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇതിന് പിന്നിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, റഷ്യ എന്തുകൊണ്ട് അവരുടെ ബോംബേഴ്സ് വിമാനങ്ങളെ ഓപ്പണായി പാർക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി എന്നത് സ്റ്റാർട്ട് 1 എന്ന 2 ന്യൂക്ലിയർ ട്രീറ്റിയുടെ ഒരു തുടർച്ചയായ അഗ്രിമെന്റ് ആണ്. ഈ സ്റ്റാർട്ട് 1 ട്രീറ്റി എന്നത് 1990-കൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുണ്ടായ ഒരു എഗ്രിമെന്റ്. ന്യൂക്ലിയർ ആംസിന്റെ റേസ് കുറയ്ക്കുന്നതിനു വേണ്ടിയും ന്യൂക്ലിയർ വെപ്പൺസ് ഡെലിവറി ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിന്റെ എണ്ണം കുറയ്ക്കുന്നതിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ട ഒരു എഗ്രിമെന്റ്. ഇതിൽ സ്റ്റാർട്ട് എന്നത് ആദ്യത്തെ എഗ്രിമെന്റ്, സ്റ്റാർട്ട് 1 എന്നത് പിന്നീട് വന്നതാണ്. സ്റ്റാർട്ട് 2, സ്റ്റാർട്ട് 3 ഇങ്ങനെയുള്ള 2 എഗ്രിമെന്റ് ഇതുവരെ ഫെയിൽ ആയിട്ടുണ്ട്. ഇതിനുശേഷം ഈ ന്യൂ സ്റ്റാർട്ട് എന്ന എഗ്രിമെന്റ് 2010-ൽ തീരുമാനിക്കുകയും കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ആ സമയത്ത് ബറാക് ഒബാമയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്, ദിമിത്രി മെദ്വദേവ് റഷ്യയുടെ പ്രസിഡന്റുമായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ നേതൃത്വത്തിൽ 2026 വരെയും നിലനിൽക്കുന്ന രീതിയിലായിരുന്നു ഈ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി ഒപ്പുവെച്ചത്. ഈ ന്യൂ സ്റ്റാർട്ട് കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിയമം, നമുക്ക് ആണവായുധങ്ങളെ കുറിച്ച് അറിയാം. ഈ ആയുധങ്ങൾ വിക്ഷേപിക്കണമെങ്കിൽ അതിന് മിസൈൽ കാരിയർ ആവശ്യമാണ്. ഈ ന്യൂക്ലിയർ വെപ്പൺസ് ആക്റ്റീവ് വാർഹെഡ്സ് 1500 മുതൽ 1600-നുള്ളിലായിരിക്കണം. ഇതാണ് ഈ ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഇപ്പൊ റഷ്യയുടെ പക്കലും അമേരിക്കയുടെ പക്കലും ന്യൂക്ലിയർ വാർഹെഡ്സ് മൊത്തത്തിൽ എത്രയുണ്ടെന്ന് കണക്കെടുത്താൽ അമേരിക്കയുടെ പക്കൽ ഒരു 5500, റഷ്യയുടെ പക്കൽ ഒരു 6000. ഇങ്ങനെ 2 രാജ്യങ്ങളുടെയും പൂർണ്ണമായ ഒരു ന്യൂക്ലിയർ ആർസണലിന്റെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു 11,000 വാർഹെഡ്സ് വരെയും ഉണ്ടാകും. എന്നാൽ ഈ 2 വശവും വെറും 1550 ഈ എണ്ണത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു നിയമം. അടുത്തത്, ന്യൂക്ലിയർ വാർഹെഡ്സ് എടുത്തുകൊണ്ടുപോയി ഡെലിവറി ചെയ്യാൻ കഴിവുള്ള ICBM, എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ, എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ്, സമ്മറൈൻ ലോഞ്ച്ഡ് അതൊരു പ്രത്യേക കാറ്റഗറിയാണ്. ഇവയെല്ലാം ചേർത്ത് 700 മുതൽ 750 മിസൈൽസ് മാത്രമേ ആക്റ്റീവായി ഈ ന്യൂക്ലിയർ വാർഹെഡ്സിൽ ഡെപ്ലോയ് ചെയ്യാനായി വയ്ക്കാൻ പാടുള്ളൂ. ആ മിസൈലിൽ ഇതിനകം ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ മിസൈലിനെ ഷോർട്ട് ടൈം പീരീഡിൽ ന്യൂക്ലിയർ വാർഹെഡ് എടുത്തുകൊണ്ടുപോയി ലോഞ്ച് ചെയ്യുന്ന രീതിയിലായാലും 700-750 ലോഞ്ച് പ്ലാറ്റ്ഫോംസ് മാത്രമേ ആക്റ്റീവ് ആയിരിക്കാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, ഇതിൽ 10% കൂടുകയോ കുറയുകയോ ചെയ്യാം. ഈ 2 രാജ്യങ്ങൾക്കും അത് ബാധകമാണ്. ഈ 10% വേരിയേഷൻ 2 രാജ്യങ്ങളും സമ്മതിക്കാൻ കാരണം തന്നെ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരല്പം പ്രയാസമായതുകൊണ്ടാണ്. ഇപ്പോൾ റഷ്യയുടെ ബോംബേഴ്സ് അല്ലെങ്കിൽ അമേരിക്കയുടെ ബോംബേഴ്സ്, ഇവയെ കൊണ്ട് എത്ര മിസൈൽസ് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഈ 2 രാജ്യങ്ങൾക്കും കൃത്യമായി അറിയില്ല. ഇപ്പോൾ അമേരിക്കയുടെ ഗ്രാവിറ്റി ബോംബ്സ് എടുത്തുകൊണ്ടുപോകണമെങ്കിൽ അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബർ അല്ലെങ്കിൽ B-52 ബോംബേഴ്സ്, ഇതിൽ മാക്സിമം 10 മിസൈൽസ് വരെയും എടുത്തുകൊണ്ടുപോകാൻ കഴിയും. എന്നാൽ അത് തന്നെ ആ മിസൈലിന്റെ ഷേപ്പ് ഒന്ന് മാറുമ്പോൾ, അതിൽ കൊണ്ടുപോകുന്ന ആ മിസൈലിന്റെ ടൈപ്പ് ഒന്ന് മാറുമ്പോൾ ആ 10 എന്നത് 12 മാറും, അല്ലെങ്കിൽ 10 എന്നത് 5 മാറും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ 10% എന്ന വേരിയേഷൻ ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്തത്.
അതുപോലെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ്, സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസും 800-850 വരെയും ആക്റ്റീവായി വയ്ക്കാം. ഇതാണ് ഈ ന്യൂക്ലിയർ സ്റ്റാർട്ട് എഗ്രിമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമം. അതുപോലെ ഈ ന്യൂക്ലിയർ ക്യാപ്പബിൾ കാരിയേഴ്സ്, ന്യൂക്ലിയർ ആംഡ് സബ്മറൈൻസ്, ന്യൂക്ലിയർ ആംഡ് ഹെവി സ്ട്രാറ്റജിക് ബോംബേഴ്സ്, ഇതിൽ 30% മുതൽ 35% വരെയും ഇവർ ഓപ്പണായി തന്നെ പാർക്ക് ചെയ്യണം. അതായത് ഏത് സമയവും റഷ്യയ്ക്ക് മുകളിലും അമേരിക്കയ്ക്ക് മുകളിലും ഈ രണ്ട് രാജ്യങ്ങളുടെയും സാറ്റലൈറ്റ് പറന്നുകൊണ്ടിരിക്കും. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് വഴി ഈ വിമാനങ്ങളെ നിരീക്ഷിക്കണം. ഇത് പ്രധാനപ്പെട്ട റൂളാണ്. ഇതാണ് ഇവിടെ സെലൻസ്കിക്ക് ഒരു ട്രംപ് കാർഡായി തന്നെ മാറിയത്. സിറ്റിംഗ് ഡക്സ് എന്നൊരു വാക്ക് പറയും വളരെ ഈസിയസ്റ്റ് ടാർഗറ്റ്സിനെ. അതുപോലെ ഈ ഒരു എഗ്രിമെന്റിനെ സെലൻസ്കി ഇവിടെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. അതുമാത്രമല്ല, ഈ ന്യൂക്ലിയർ എഗ്രിമെന്റ്, ന്യൂ സ്റ്റാർട്ട് ട്രീറ്റിയിൽ ഒരുപാട് റൂൾസും ഉണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു 5 റൂൾസ് പറയാം. 5 ദിവസത്തിൽ ഒരു തവണ ഏതെല്ലാം എയർബേസസിൽ ഏതെല്ലാം വിമാനങ്ങൾ ഉണ്ട്, അതായത് ട്രീറ്റിക്ക് കീഴിൽ വരുന്ന വിമാനങ്ങൾ, അതെല്ലാം എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് 2 രാജ്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യണം. അതുപോലെ 25 ദിവസത്തിൽ ഒരു തവണ ഈ എയർ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടണം. ആ ബോംബേഴ്സിൽ ഏതൊക്കെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഇവർ ഏതൊക്കെ ബേസിലാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം 25 ദിവസത്തിൽ ഒരു തവണ 2 രാജ്യങ്ങളും പരസ്പരം പങ്കിടണം. അടുത്തത്, ഒരു ബേസിൽ ഒരേ തരം വിമാനങ്ങളായിരിക്കില്ല കാണുന്നത്. അപ്പോൾ 45 ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ ആ വിമാനങ്ങൾ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയ അന്ന് മുതൽ 45 ദിവസത്തിൽ ഒരിക്കൽ അതിന്റെ ഡാറ്റ എല്ലാം പങ്കിടണം. അടുത്തത്, ഇപ്പൊ നിങ്ങളുടെ ഒരു ബോംബറിൽ ഏത് സമയവും ആംസ് ഇല്ലാതിരിക്കില്ല. ചില സമയങ്ങളിൽ ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽസ് അതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൺവെൻഷണൽ മിസൈൽസ് ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇതിനകം ചെയ്തിട്ടുണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നിങ്ങളത് ഇൻസ്പെക്ഷൻ അനുവദിക്കണം. അതായത് ഈ 60 ദിവസത്തിനുള്ളിൽ ഒരു തവണ ഇൻസ്പെക്ഷൻ ചെയ്യാൻ അനുവാദം നൽകണം. ഇനി അതല്ല എങ്കിൽ ഈ 60 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക റഷ്യയ്ക്കും റഷ്യ അമേരിക്കയ്ക്കും ഒരു ഡേറ്റയായി നൽകണം. 80 ദിവസത്തിൽ ഒരിക്കൽ തീർച്ചയായും ഒരു വിസിറ്റ് ഉണ്ടാകും, വിത്തൗട്ട് പ്രയർ ഇൻഫർമേഷൻ. ഈ 2 രാജ്യങ്ങൾക്കും ചെയ്യാൻ അനുവാദമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറും 5 പോയിന്റ് മാത്രമാണ്. ഇങ്ങനെ മൊത്തം 16 റൂൾസ് ആണ് ഈ ന്യൂക്ലിയർ ട്രീറ്റിക്ക് കീഴിലുള്ളത്. ന്യൂ സ്റ്റാർട്ട് ട്രീറ്റിക്ക് കീഴിൽ ഈ 2 രാജ്യങ്ങളും അംഗീകരിച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഉക്രൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വെസ്റ്റേൺ മീഡിയാസ് റഷ്യയെ ക്രിട്ടിസൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റഷ്യയുടെ ഏഞ്ചൽ എയർബേസ്, അതുപോലെ ബെല എയർബേസിൽ അവിടെ പോലും Tu-160 ബോംബറിനെ ഉക്രൈൻ ആക്രമിക്കാത്തതിന് മറ്റൊരു കഥയും അവർ പറയുന്നുണ്ട്. ഇതെല്ലാം റഷ്യ ഓപ്പണായി പാർക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്, അതിന് മുകളിൽ ടയേഴ്സ് എല്ലാം വച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ക്രിറ്റിസിസം റഷ്യയ്ക്ക് മേൽ നൽകിയിരുന്നു. ഇതിന് പിന്നിലുള്ളത് ഇങ്ങനെ ഒരു ട്രീറ്റി എന്ന കാരണം മാത്രമാണ്. ഇവിടെ ഉക്രൈനെ ഭയന്നുകൊണ്ട്, ഉക്രൈന്റെ ഡ്രോൺ അറ്റാക്കിനെ ഭയന്നുകൊണ്ട് റഷ്യയ്ക്ക് ആ ബോംബേഴ്സിനെ എടുത്ത് മാറ്റാൻ കഴിയില്ല. കാരണം അമേരിക്കയ്ക്കും അവർക്കും ഇടയിലുള്ള ആ ഡീൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഓപ്പൺലി പാർക്ക് ചെയ്തത്. എങ്കിൽ പോലും ആ ബോംബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായി മുകളിൽ ടയേഴ്സ് വയ്ക്കുക, തെർമൽ ഫോം ചെയ്ത് ഇൻസുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി റഷ്യ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇത് ഉക്രൈൻ അവർക്ക് അനുകൂലമാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു അറ്റാക്ക് അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത്. ഈ ന്യൂ സ്റ്റാർട്ട് എന്ന എഗ്രിമെന്റിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് റഷ്യ അവരുടെ ബോംബേഴ്സിനെ ഓപ്പൺലി പാർക്ക് ചെയ്തത്. ഉക്രൈനിലെ ഒരുപാട് മാധ്യമങ്ങൾ, വാർ ബ്ലോഗേഴ്സ് എല്ലാവരും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇത് ഉക്രൈൻ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. എന്നാൽ എത്ര എയർക്രാഫ്റ്റ്സിനെ നശിപ്പിച്ചു എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ ഒരുപാട് സാറ്റലൈറ്റ് കമ്പനീസ് തന്നെ മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും എഗോറ എന്ന ഒരു സാറ്റലൈറ്റ് കമ്പനി. ഈ ബെല എയർബേസിലും സൈബീരിയയിലുള്ള എയർബേസിന്റെ സാറ്റലൈറ്റ് ഇമേജസും അവർ വെരിഫൈ ചെയ്തൊരു കാര്യം പറഞ്ഞു. മൊത്തത്തിൽ 8 ബോംബേഴ്സ് പൂർണ്ണമായും റഷ്യയ്ക്ക് നഷ്ടമായി. അതിൽ 5 Tu-95 ബോംബേഴ്സും 3 Tu-22 ബോംബേഴ്സും ഉണ്ട്. അപ്പോൾ 8 ബോംബർ അവിടെ പൂർണ്ണമായും റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. 3 മുതൽ 4 ബോംബേഴ്സ് വരെയും പാർഷ്യലി ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് സാറ്റലൈറ്റ് ഇമേജിലൂടെ അവിടെ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഒരു 40-41 ബോംബേഴ്സൊക്കെ നശിപ്പിച്ചു എന്നുള്ളത് ഉക്രൈൻ്റെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ മാത്രമാണ്, ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. അത്രത്തോളം ബോംബേഴ്സ് അവിടെ നഷ്ടമായിട്ടില്ല. ഇത് അമേരിക്കയുടെ മാധ്യമങ്ങൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ 40 ബോംബേഴ്സ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ റഷ്യയ്ക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതൊരവർക്ക് ബ്ലാക്ക് ഡേ ആയിട്ട് തന്നെ മാറും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ബ്ലാക്ക് ഡേ തന്നെയാണ്. 8 ബോംബർ നഷ്ടമായി, 10 ബോംബർ നഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്കൊരു വലിയ നമ്പർ അല്ല. എന്നാൽ അകത്ത് കയറി ഇത്രത്തോളം ഒരു ആക്രമണം നടത്തി. അപ്പോൾ റഷ്യയുടെ സെക്യൂരിറ്റി സർവീസിൽ വലിയ ലൂപ്പ് ഹോൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അടുത്ത പ്രധാനമായി പറയാൻ പോകുന്നത് ഈ Tu-160 ബോംബേഴ്സിനെ കുറിച്ചാണ്. ഇതേ ബെല എയർബേസിൽ, ഈ മുർമാൻസ് പ്രദേശത്തുണ്ടായിരുന്ന എയർബേസിൽ 7 Tu-160 ബോംബേഴ്സ്
നാറ്റോ കോഡ് നെയിം ഇതിന് വൈറ്റ് സ്വാൻ ആണ്. അത്ര ബോംബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെ ഉക്രൈൻ നശിപ്പിച്ചില്ല എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഉക്രൈൻ മാധ്യമങ്ങൾ, കീവ് ഇൻഡിപെൻഡന്റ്, ഉക്രൈന്റെ വാർ ബ്ലോഗേഴ്സ് എല്ലാവരും ഒരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ ചെയ്തത് ഞങ്ങൾ റഷ്യയ്ക്ക് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കൊടുത്തത്. ഇത്രത്തോളം ചെയ്യാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കും. അതിനെയും ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറാണ്. എന്നാൽ റഷ്യക്കെതിരെ ഞങ്ങളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് എതിരെ ഈ വിമാനങ്ങൾ മാത്രമാണ് ഒരു ഭീഷണിയായിരുന്നത്. ഞങ്ങൾക്കെതിരെ ഈ ബോംബേഴ്സ് മാത്രമാണ് ഒരു നാശം വിതച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിമാനങ്ങളെ മാത്രം ആക്രമിച്ചുവെന്ന് ഒട്ടും മടിയില്ലാതെ ഒരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ഇവിടെ Tu-160 ബോംബേഴ്സിനെ ആക്രമിക്കുക എന്നത് റഷ്യയുടെ ന്യൂക്ലിയർ ആർസനലിൽ തന്നെ തൊടുന്നതിന് തുല്യമാണ്. അത്രത്തോളം അവിടെ ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. റഷ്യയുടെ അപ്ഗ്രേഡഡ് ന്യൂക്ലിയർ ഡോക്ടറിൻ അനുസരിച്ച് അവരുടെ ഫോഴ്സസിനെതിരെ, പ്രധാനമായും ഈ ന്യൂക്ലിയർ സ്ട്രാറ്റജിക് കാരിയേഴ്സിനെതിരെ ഒരു മാസ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ടറിൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ ന്യൂക്ലിയർ ഡോക്ടറിന് കീഴിലുള്ള സ്ട്രാറ്റജിക് കാരിയേഴ്സ്, അവ ഈ ബുലാവ ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈൻസ്, Tu-160 ബോംബേഴ്സ്, വീണ്ടും ചില ന്യൂക്ലിയർ ആംഡ് ഡെസ്ട്രോയേഴ്സ്, ഇവയെല്ലാം ഈ കാറ്റഗറിക്ക് കീഴിലുണ്ട്. ഒരു പക്ഷേ ഉക്രൈൻ ഈ ഒരു കാരണത്താൽ അല്ലാതെ Tu-160 ബോംബറിനെ ആക്രമിക്കുകയും അതവിടെ നശിച്ചെങ്കിൽ ഇപ്പോൾ റഷ്യയുടെ റിയാക്ഷൻ മറ്റൊരു രീതിയിലായിരുന്നിരിക്കും. എന്നാൽ കിട്ടിയത് വരെയും ഓക്കെയാണ്, ലാഭമെന്ന രീതിയിലാണ് ഉക്രൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഇങ്ങനൊരു ക്ലെയിം നടത്തുന്നത്. അതുപോലെ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ മറന്നു. ഈ ICBMs, ന്യൂ സ്ട്രാറ്റ് ട്രീറ്റിക്ക് കീഴിൽ ഈ ICBMന്റെ ലോഞ്ചേഴ്സും ആക്റ്റീവിലുള്ള ലോഞ്ചേഴ്സ് ഏതെല്ലാം ബേസസിലുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് അത് വച്ചിട്ടുള്ളത്, ഇതെല്ലാം പോലും അമേരിക്കയും റഷ്യയും പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഒരുപാട് ലോഞ്ചേഴ്സ്, ഈ സർമത് പോലുള്ള വെപ്പൺസ്, മൊബൈൽ ലോഞ്ചേഴ്സിലെല്ലാം അവർ തയ്യാറാക്കി വെച്ചത്, ഇത് ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഒരു കാര്യം സംഭവിച്ചാൽ അതിന് പുറകിലെ ഒരു ബാക്ക് സ്റ്റോറി പലതുണ്ടാകും. അതാണ് റഷ്യ ഉക്രൈൻ കാര്യത്തിലും സംഭവിക്കുന്നത്. ഈ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി അമേരിക്ക ശരിയായി പ്രയോജനപ്പെടുത്തുന്നു, റഷ്യ ശരിയായി പ്രയോജനപ്പെടുത്തുന്നു, ഇതൊക്കെ മറ്റൊരു കാര്യം. എന്നാൽ ഇവിടെ വളരെ കൃത്യമായി ഗെയിം പ്ലേ ചെയ്തത് സെലൻസ്കി മാത്രമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായ ഈ ഒരു കരാർ ഉപയോഗിച്ച് സെലൻസ്കി കൃത്യമായി തന്നെ അയാളുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി. ഇതിന് റഷ്യയുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. അതുപോലെ ന്യൂ സ്റ്റാർട്ട് ട്രീറ്റിയിൽ ഇങ്ങനെയുള്ള നിയമങ്ങളുള്ളത് ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.